ക്രിസ്മസ് കാലത്ത് നാം കുറേ കത്തുകളും സന്ദേശങ്ങളും ഒക്കെ അയക്കാറുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്മസിനൊരുക്കമായി സന്ദേശം നൽകിയ ഒരാളുണ്ട്. അത് ഗബ്രിയേൽ മാലാഖയാണ്. അത് ലഭിച്ചതോ പാവപ്പെട്ട ഒരു യഹൂദ പെൺകുട്ടിയായ മറിയത്തിന്. ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ എന്നാണ്. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ഓരോരുത്തർക്കും കേൾക്കണമെങ്കിൽ നമ്മളും ദൈവകൃപ ഉള്ളവരായിട്ട് മാറണം. രണ്ടാമതായി, ഗബ്രിയേൽ ദൂതൻ അറിയിച്ചത് മംഗളവാർത്തയാണെങ്കിലും മറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ശുഭകരമായ വാർത്തയായിരുന്നില്ല. കാരണം വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയാകുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. എങ്കിലും ദൈവഹിതത്തെ പ്രതി അവൾ ഏറ്റുപറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനും അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ആ ദൈവസ്വരം തിരിച്ചറിയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റുപറയുവാനും നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ സാധിക്കട്ടെ. ആമേൻ.